വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് കോർഡിനേഷൻ കെമിസ്ട്രിയാണ് നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻ വിച്ച് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ linked to other atoms, molecules or ions through coordination bond. The central metal atom ബാക്കിയുള്ള അയോൺസുമായിട്ടോ മോളിക്യൂൾസുമായിട്ടോ കോർഡിനേഷൻ ബോണ്ട് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റവും അതിൻ്റെ കൂടെ വരുന്ന അയോൺസുമായിട്ടോ അല്ലെങ്കിൽ മോളിക്യൂൾസും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബോണ്ട് കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ അത്തരം കോംപ്ലക്സിന് പറയുന്ന പേരാണ് കോർഡിനേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇനി എന്താ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്? അതായത് രണ്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിനകത്തെ ഇലക്ട്രോൺസിനെ രണ്ട് ഇലക്ട്രോണിനെയും ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ സെയിം ആറ്റം ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് കോർഡിനേറ്റ് ബോണ്ട്സ്. ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിരിക്കുന്നു, അതിനകത്ത് രണ്ട് ഇലക്ട്രോൺസിനെയും പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ആൾ തന്നെയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് കോർഡിനേറ്റ് ബോണ്ട്. അപ്പം ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റവും അതിൻ്റെ അടുത്ത് വരുന്ന അയോൺസും മോളിക്യൂൾസും ഒക്കെ ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് കോർഡിനേറ്റ് ബോണ്ട് വഴിയാണെങ്കിൽ അത്തരം കോംപ്ലക്സുകൾ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി കോർഡിനേറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ മെയിൻ ചെയ്യുന്നത്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം മോളിക്യൂൾ തന്നെയാണെങ്കിൽ, ഇനി സെയിം ആറ്റം തന്നെയാണെങ്കിൽ അവിടെ നമ്മൾ വിളിക്കുന്നതാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന്. ക്ലിയർ ആയോ? ഇനി ഈ കോർഡിനേറ്റ് ബോണ്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കോർഡിനേറ്റ് കോംപ്ലക്സിന്റെ കാര്യം നമ്മൾ പറയുമ്പം നമുക്ക് അതിന് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് 4 കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് നമുക്ക് എഴുതാം. K4 FeCN6. ഇതിനകത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വരുന്ന മെറ്റൽ അത് ആദ്യം തന്നെയായിരിക്കും അതിനെ എഴുതിയിരിക്കുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആദ്യം തന്നെയായിരിക്കും ആ മെറ്റൽ ആറ്റത്തെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. സെൻട്രൽ മെറ്റൽ ആറ്റം CMA. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാത്തിനെയും പറയുന്ന പേരാണ് ലിഗാൻഡ്. ഈ സ്ക്വയറിന് പുറത്ത് വന്നിരിക്കുന്നത് ഏതാണോ അതിനെ പറയുന്നതാണ് നോൺ കോംപ്ലക്സ് പാർട്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് അതിൻ്റെ കൂടെ വരുന്ന എല്ലാത്തിനും കൂടി ചേർത്ത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് കോഓർഡിനേഷൻ സ്പിയർ. ഇവിടെ നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, സെൻട്രൽ മെറ്റൽ ആറ്റം എന്താന്ന് പഠിച്ചു. സെക്കൻഡ് വൺ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ലിഗാൻഡ്. ദെൻ നോൺ കോംപ്ലക്സ് പാർട്ട്. ഇതിനെ തന്നെയാണ് കൗണ്ടർ അയോൺ എന്ന് പറയുന്നത്. കൗണ്ടർ അയോൺ അല്ലെങ്കിൽ കൗണ്ടർ ആറ്റം. ദെൻ കോർഡിനേഷൻ സ്പിയർ അല്ലെങ്കിൽ ഇതിനെ കോർഡിനേഷൻ എൻറ്റിറ്റി എന്നും പറയാറുണ്ട്. എൻറ്റിറ്റി. ഈ 4 ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. 4 പഠിച്ചിട്ടോണം. ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. MnH2O6 Cl2. ഇതിനകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം ആരാ? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആദ്യം വന്നിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വരുന്ന മെറ്റൽ. ഇത് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതോ ലിഗാൻഡ്. ഇതോ കൗണ്ടർ അയോൺ. ഇനി ഇത് മൊത്തത്തിൽ എന്ത് പറയാം? കോർഡിനേഷൻ സ്പിയർ അല്ലെങ്കിൽ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഈ കോർഡിനേഷൻ സ്പിയറിൻ്റെ അല്ലെങ്കിൽ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ചാർജിനെ ബേസ് ചെയ്തുകൊണ്ട്, ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ചാർജിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ രണ്ട് ടൈപ്പ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യാം. രണ്ടായിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡിപ്പെൻഡിങ് ഓൺ type of charge on coordination sphere. കോർഡിനേഷൻ സ്പിയറിനകത്ത് വരുന്ന ചാർജിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ കാറ്റയോണിക് കോർഡിനേഷൻ കോംപ്ലക്സ്. അതേപോലെ അടുത്ത നെക്സ്റ്റ് വൺ ഈസ് ആനയോണിക് കോർഡിനേഷൻ കോംപ്ലക്സ്. ഓക്കെ. ഇനി കാറ്റോണിക് കോംപ്ലക്സ് എന്ന് പറയുമ്പം അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാറ്റോണിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ കോർഡിനേഷൻ സ്പിയറിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആനയോണിക് എന്ന് പറയുമ്പം കോർഡിനേഷൻ സ്പിയറിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. ആനയോണിക് എന്ന് പറയുമ്പം അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. ഇനി കാറ്റയോണിക്കിന് ഒരു എക്സാമ്പിൾ. ഇതിനകത്ത് ഈ കോർഡിനേഷൻ സ്പിയറിന് വരുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പുറത്തു വരുന്ന കൗണ്ടർ അയോൺ നെഗറ്റീവ് ആയിരിക്കും. ഇനി കാറ്റയോണിക് കോംപ്ലക്സ് എഴുതുമ്പോഴത്തേക്കും എപ്പോഴും കൗണ്ടർ അയോൺ അവസാനമായിരിക്കും തന്നിരിക്കുന്നത്. കൗണ്ടർ അയോൺ നമ്മൾ എഴുതുന്നത് എപ്പോഴും അവസാനമായിരിക്കും. നെയിമിംഗ് വരുമ്പോഴത്തേക്കും കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ നെയിംസ് എഴുതാനായിട്ട് IUPAC നെയിം അല്ലെങ്കിൽ നോമൻക്ലേച്ചർ വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇത് കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് സ്ഥിരം ചോദിച്ചു വരുന്നതാണ് നോമൻക്ലേച്ചർ. IUPAC നോമൻക്ലേച്ചർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. ഇനി ആനയോണിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു ആ കോംപ്ലക്സിന് സ്പിയറിന് വരുന്നത് നെഗറ്റീവ് ചാർജാന്ന് പറഞ്ഞു. ഇവിടെ ഈ കേസിൽ കൗണ്ടർ അയോൺ എപ്പോഴും ആദ്യമായിരിക്കും നമ്മൾ എഴുതുന്നത്. കൗണ്ടർ അയോൺ നമ്മൾ എപ്പോഴും എഴുതുന്നത് ആദ്യമായിരിക്കും. കോർഡിനേഷൻ സ്പിയർ എഴുതുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. ഇനി ടൈപ്സ് ഓഫ് ലിഗാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടൈപ്സ് ഓഫ് ലിഗാൻസ്. ടൈപ്സ് ഓഫ് ലിഗാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കോർഡിനേഷൻ കോംപ്ലക്സിനെ നമുക്ക് രണ്ടായിട്ട് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്, അടുത്തത് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ആ പേരിൽ തന്നെ കിടപ്പുണ്ട് ഹോമോലെപ്റ്റിക്. ഹോമോ എന്ന് വെച്ചാൽ ഒരേപോലെ വരുന്നത്. ലിഗാൻസ് എല്ലാം ഒരേപോലെ വരുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന്. ലിഗാൻസ് എല്ലാം ഒരേപോലെ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കിക്കേ. ഇതിനകത്ത് ലിഗാൻസ് എല്ലാം വന്നിരിക്കുന്ന ഒരേ ടൈപ്പ് ലിഗാൻസ് ആണല്ലേ.
ഇപ്പോൾ സെയിം ടൈപ്പ് ലിഗാൻസ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന്. അപ്പോൾ ഹെട്രോലെപ്റ്റിക് എന്തായിരിക്കും? ലിഗാൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരേ ടൈപ്പ് ലിഗാൻസ് ആയിരിക്കത്തില്ല, തന്നിരിക്കുന്ന ലിഗാൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന കോംപ്ലക്സിനെ വിളിക്കുന്നതാണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ചിലപ്പം കുറേ ഇങ്ങനെ കോംപ്ലക്സ് തന്നിട്ട് തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഹോമോലെപ്റ്റിക് അല്ലെങ്കിൽ ഏതാണ് ഹെട്രോലെപ്റ്റിക് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്, ചൂസ് ചെയ്യാനൊക്കെ ആയിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് കോംപ്ലക്സ് വന്നിട്ട് അതിനകത്ത് ഏതാണ് ഹോമോലെപ്റ്റിക് ഏതാണ് ഹെട്രോലെപ്റ്റിക് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ദെൻ ഹെട്രോലെപ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇവിടെ നോക്കിയേ, ഈഥൻ ഡയമീൻ ആണ്, ഇവിടെ ക്ലോറിനാണ്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗാൻസ് ആണ്. ഈ രണ്ട് ലിഗാൻസും ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗാൻസ് വരുന്നതിനെയാണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ടൈപ്സ് വരുന്നതാണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിളും കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗാൻസ് വരുന്നതാണെങ്കിൽ അത് ഹെട്രോലെപ്റ്റിക്കും, ഒരേ ടൈപ്പ് ലിഗാൻഡ് വരുന്നത് ഹോമോലെപ്റ്റിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ചാർജിനെ ബേസ് ചെയ്ത് കാറ്റിയോണിക്കും ആനയോണിക് കോംപ്ലക്സും ഉണ്ട്. അതുപോലെ തന്നെ ലിഗാൻസിനെ ബേസ് ചെയ്ത് ഹെട്രോലെപ്റ്റിക്കും ഹോമോലെപ്റ്റിക്കും കോംപ്ലക്സ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ലിഗാൻസിനെ തന്നെ നമുക്ക് മെയിനായിട്ടും 4 ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ലിഗാൻസിന് ടൈപ്സ് ഓഫ് ലിഗാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് ലിഗാൻസ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. എന്താ ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ലിഗാൻഡിനെ എത്ര കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട്സ് ഫോംഡ് ബൈ ദി ലിഗാൻഡ്. എത്ര കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു കോർഡിനേറ്റ് ബോണ്ടേ ഫോം ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ അതിനെ മോണോഡെൻഡേറ്റ് എന്ന് പറയും. മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. 2 എണ്ണം ഉണ്ടെങ്കിലോ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഇപ്പം 2 കൂടുതലുണ്ടെങ്കിലോ ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഇപ്പം 2 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ 3 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ 2 ആണെങ്കിൽ ബൈഡെൻഡേറ്റ് ആണ്. 3 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്. മോണോഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോർഡിനേഷൻ ബോണ്ടേ ഉള്ളൂ. ബൈഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ 2 കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. പോളിഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ 3 അതിൽ കൂടുതലോ ബോണ്ടുകൾ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, ആംബിഡെൻഡേറ്റ്. ആംബിഡെൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ബോണ്ട് ഒരേ സമയത്ത് തന്നെ ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സമയത്ത് ഒരു ബോണ്ട് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. 2 ഡോണർ ആറ്റം ഉണ്ടായിരിക്കും. 2 ഡോണർ ആറ്റം കാണും. പക്ഷേ ഡോണർ ആറ്റം ഉണ്ടായിരിക്കും. ബട്ട് അറ്റ് എ ടൈം ഇറ്റ് ഫോംസ് ഓൺലി 1 ബോണ്ട്. ഒരു ബോണ്ട് മാത്രമേ ഒരു സമയത്ത് ഫോം ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, അങ്ങനെയുള്ള ലിഗാൻഡ്സ് ആണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. അപ്പം ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഫോംഡ്. ഫസ്റ്റ് വൺ ഈസ് മോണോഡെൻഡേറ്റ് വിച്ച് ക്യാൻ ഫോം ഓൺലി 1 coordinate bond. That means it can donate only 1 pair of electrons. ഒരു പെയർ ഇലക്ട്രോൺ മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡോണർ ആറ്റം മാത്രം. ഇവിടെ വരുമ്പോഴത്തേക്കും ബൈഡെൻഡേറ്റ് ആണ്. ബൈഡെൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
പോളിഡെൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 അതിൽ കൂടുതലോ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആംബിഡെൻഡേറ്റ് വരുമ്പോഴത്തേക്കും 2 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റ് എ ടൈം 2 ബോണ്ട് ഫോം ചെയ്യത്തില്ല, 1 ബോണ്ട് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയോ? ഇനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചിട്ടോണം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സാധാരണ സ്ഥിരം ചോദിച്ചു വരുന്നതാണ്. ഇതിനകത്ത് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ടോപ്പിക്സിലേക്ക് എൻ്റർ ചെയ്യും തോറും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ബാക്കി നമുക്കതിൻ്റെ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മോണോഡെൻഡേറ്റിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അമൈനുണ്ട്, അക്വയുണ്ട്, നൈട്രോക്സിലുണ്ട്, കാർബണൈലുണ്ട്, ദെൻ കാർബണൈൽ, ഹാലോ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോറിൻ, ഫ്ലോറിൻ, അയഡിൻ അല്ലേ. ഫ്ലൂറോ, ക്ലോറോ, അയഡോ, ബ്രോമോ, ഇതെല്ലാമാണ് ഇതിനകത്ത് വരുന്നത്, ഹാലോയ്ക്കകത്ത് വരുന്നത്. ഹാലോ, ഫ്ലൂറോ, ക്ലോറോ, അയഡോ, ബ്രോമോ. ദെൻ OH- ഹൈഡ്രോക്സിഡോ, സയനോ, ദെൻ നൈട്രോ, ദെൻ നൈട്രിറ്റോ. ഇത്രയും കാര്യങ്ങൾ ഇത് കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട്. അപ്പം ഈ മോണോഡെൻഡേറ്റിൻ്റെ എക്സാമ്പിൾസ് എല്ലാം തന്നെ പഠിച്ചിട്ടോണം. അതുപോലെ തന്നെ ബൈഡെൻഡേറ്റിൻ്റെ എക്സാമ്പിളാണ് സാധാരണ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചു കാണാറുള്ളത്. ഇതാണ് എഥിലിൻ ഡയമീൻ. എഥിലിൻ ഡയമീൻ എന്ന് പറയുന്നത് CH2 NH2, എഥിലിൻ ഡയമീൻ സാധാരണ ചോദിച്ചു കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഓക്സലേറ്റോ എന്ന് പറയുന്നത് OX2- എന്ന് വരാം, അല്ലെങ്കിൽ C2O4 ഓക്സലേറ്റോ. ഇവിടെ 2 ലോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യും, ഇവിടെ ഒറ്റ ലോൺ പെയറിന് മാത്രമേ ഡൊണേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ പോളിഡെൻഡേറ്റിന് ഏറ്റവും കൂടുതൽ വരുന്ന എക്സാമ്പിൾ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് EDTA, എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. പോളിഡെൻഡേറ്റ് ആണ്. ഇതിൻ്റെ ഡെൻസിറ്റി 6 ആണ്. ഡെൻസിറ്റി മീൻസ് നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഫോംഡ്. നെക്സ്റ്റ് ആംബിഡെൻഡേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ആറ്റം ഉണ്ടായിരിക്കും, ഒരു സമയത്ത് 1 ആറ്റം മാത്രമേ ഡൊണേറ്റ് ചെയ്യുള്ളൂ. അതായത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ മാത്രമേ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. CNനകത്ത് കാർബൺ ആണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സയനോ എന്ന് പറയും. നൈട്രജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഐസോസയനോ എന്ന് പറയും. അപ്പോൾ CN എന്ന് എഴുതിയാൽ അതിനെ സയനോ എന്ന് വായിക്കും, NC എന്ന് എഴുതിയാൽ ഐസോസയനോ എന്ന് വായിക്കും. അതുപോലെ തന്നെ SCN, ഇതിനകത്ത് സൾഫർ ആണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ തയോസൈനറ്റോ, തിരിച്ച് നൈട്രജൻ ആണെങ്കിൽ ഐസോതയോസൈനറ്റോ. ദെൻ NO2-നകത്ത് നൈട്രജൻ ആണെങ്കിൽ നൈട്രിറ്റോ N അല്ലെങ്കിൽ നൈട്രോ. ഓക്സിജൻ ആണെങ്കിൽ നൈട്രിറ്റോ O. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ തയോസൈനറ്റോ S എന്നും പറയും, ഇതിനെ തയോസൈനറ്റോ N എന്നും പറയാറുണ്ട്. എസും എന്നും ഇങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്തിടണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ നെയിമിംഗ് പാർട്ടൊക്കെ വരുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. നെയിമിംഗ് പാർട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് പഠിച്ചിടണം, എങ്കിൽ മാത്രമേ ബാക്കിയുള്ളതിലേക്കൊക്കെ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടൊക്കെ ചെയ്തു പോകാനൊക്കെ പറ്റത്തുള്ളൂ. ഇനി എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്തേക്കണം ഫ്രണ്ട്സിനൊക്കെ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.